ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 7 ജില്ലകളിൽ 70.84% പോളിംഗ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. SIR സമയപരിധി നീട്ടാൻ കേരളം സമർപ്പിച്ച ഹർജിയിൽ ഉത്തരവിന് വിസമ്മതിച്ച് സുപ്രീംകോടതി. വന്ദേമാതരം ത്യാഗത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിക്ക് വേഗത്തിൽ പരിഹാരം കൈവരുന്നതായി കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഇന്ത്യക്കെതിരായ T20 മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 7 ജില്ലകളിൽ ആകെ 70.84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 74.38%. കുറവ് പത്തനംതിട്ടയിൽ 66.73%. 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണി വരെ നീണ്ടു. തിരുവനന്തപുരം ജില്ലയിൽ 67.23%, കൊല്ലം ജില്ലയിൽ 70.19% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ 73.75, കോട്ടയത്ത് 70.83, ഇടുക്കിയിൽ 71.53 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ പോളിംഗ്. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നഗര ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിൽ മികച്ച പോളിംഗാണ് ഇത്തവണ നടന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്ക് പ്രകാരം ജില്ലയിലെ ആകെ പോളിംഗ് 66.62%. പുരുഷ വോട്ടർമാർ 66.73%, സ്ത്രീ വോട്ടർമാർ 66.52%, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 48.48% എന്നിങ്ങനെയാണ് കണക്ക്. നഗരത്തെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലകളിലാണ് കൂടുതൽ പോളിംഗ് നടന്നത്. ജില്ലയിലെ 11 ബ്ലോക്കുകളിൽ 6ലും വോട്ടിംഗ് ശതമാനം 70% കടന്നു. ബാക്കിയുള്ള 5 ബ്ലോക്കുകളിൽ പോളിംഗ് ശതമാനം 70-നടുത്തുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ നെടുമങ്ങാട് 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. മറ്റ് 3 മുനിസിപ്പാലിറ്റികളിലും 67% മുകളിൽ പോളിംഗ് നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 55%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. അന്തിമ കണക്ക് ഇനിയും ലഭ്യമാകാനുണ്ട്. കേരളത്തിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,000-ലധികം വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾക്ക് പുറമെ 39 നഗരസഭകളിലും 471 ഗ്രാമപഞ്ചായത്തുകളിലും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. 70%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി മികച്ച ജനപങ്കാളിത്തത്തോടെയായിരുന്നു കൊല്ലം ജില്ലയിലെ വോട്ടെടുപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ജില്ലയിൽ പോളിംഗ് പ്രക്രിയ സമാധാനപരമായി പൂർത്തിയാകുകയാണ്. ഏതാനും ബൂത്തുകളിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നതൊഴിച്ചാൽ മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിലെ പോളിംഗ് ശതമാനം 2020-ലെ എത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് മെഷീനുകൾ ഭദ്രമായി സീൽ ചെയ്ത് കളക്ഷൻ സെന്ററുകളിലെ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചു തുടങ്ങി. 16 കളക്ഷൻ സെന്ററുകളാണ് ജില്ലയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മറ്റന്നാൾ അവധിയാണ്. കേന്ദ്ര ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ മതിയായ സൗകര്യമൊരുക്കാനും നിർദ്ദേശമുണ്ട്. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3 ഇടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. മലപ്പുറം പായിപ്പാടം, തിരുവനന്തപുരം വിഴിഞ്ഞം, എറണാകുളം പാമ്പാക്കുട എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി സംബന്ധിച്ച് പിന്നീട് വിജ്ഞാപനമിറക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ SIR പരിഷ്കരണ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടാൻ സമർപ്പിച്ച ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. അതേസമയം നിലവിൽ ഫോമുകൾ സമർപ്പിക്കേണ്ട സമയപരിധിയായ ഈ മാസം 18ലേക്ക് കേസ് മാറ്റിവെച്ചു. കാലാവധി നീട്ടണോ വേണ്ടയോ എന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും കോടതി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും അടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്. പശ്ചിമബംഗാളും മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന BLOമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള ഭീഷണികൾ ശ്രദ്ധിക്കണമെന്ന് സുപ്രീംകോടതി. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണമില്ലായ്മ ഗൌരവമായി കാണണമെന്നും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ദേശീയ ഗീതമായ വന്ദേ മാതരം ത്യാഗത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും പ്രതീകമായി മാറിയെന്നും അത് സ്വാതന്ത്ര്യ സമരത്തിന് വഴിയൊരുക്കിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. രാജ്യസഭയിൽ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. वंदे मातरम के प्रति समर्पण की जरूरत वंदे मातरम बना तब भी थी, आजादी के आंदोलन के वक्त भी थी, आज भी है और जब 2047 महान भारत की रचना होगी तब भी रहे, क्योंकि ये अमर कृति मां भारती के प्रति, भारत माता के प्रति समर्पण, भक्ति और कर्तव्य के भाव जागृत करने वाली कृति है. വന്ദേ മാതരത്തെക്കുറിച്ച് ഇരു സഭകളിലും നടക്കുന്ന ചർച്ചകൾ വരും തലമുറകളെ അതിന്റെ യഥാർത്ഥ പ്രാധാന്യവും മഹത്വവും ബോധ്യപ്പെടുത്താൻ സഹായിക്കുമെന്നും ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് വന്ദേ മാതരത്തെ മുദ്രാവാക്യമായി മാറ്റിയതായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ നടന്നു. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നുണ്ടെങ്കിലും SIR നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമപരമായ അവകാശമില്ലെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് കോൺഗ്രസ് അംഗം മനീഷ് തിവാരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെയും ചീഫ് ജസ്റ്റിസിനെയും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത നഷ്ടത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ പ്രതിപക്ഷം SIR വിഷയം ഉന്നയിക്കുകയാണെന്ന് BJPയിലെ സഞ്ജയ് ജയ്സ്വാൾ പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11-ന് സഭ വീണ്ടും സമ്മേളിക്കും. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിക്ക് വേഗത്തിൽ പരിഹാരം കൈവരുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു ലോക്സഭയെ അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർലൈനിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരു വിമാന കമ്പനിയെയും അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ 5 മത്സരങ്ങളാണുള്ളത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റിന് 40 റൺസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടന്ന ഡൽഹി ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ജമ്മുകാശ്മീരിലെ ബരാമുള്ള സ്വദേശിയായ ബിലാൽ നസീർ മല്ലയാണ് അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം, സ്ഥിരത, നിയമക്രമം എന്നിവ നിലനിർത്തുന്നതിനുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത ഇന്ത്യയും ബ്രൂണയും ആവർത്തിച്ചുറപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന പ്രതിരോധ സഹകരണത്തിനായുള്ള സംയുക്ത കർമ്മസമിതിയുടെ പ്രഥമ യോഗത്തിൽ ഇരു രാജ്യങ്ങളും പ്രതിരോധ പങ്കാളിത്തത്തിലെ പുരോഗതി സ്വാഗതം ചെയ്യുകയും അതിനായി ഘടനാപരമായ രൂപരേഖ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രതിരോധ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദ്, ബ്രൂണെ പ്രതിരോധ ഡെപ്യൂട്ടി സെക്രട്ടറി പോക് ഹുയി ചൂൺ എന്നിവരുടെ സംയുക്ത അധ്യക്ഷതയിലായിരുന്നു യോഗം. ബാലാക്കോട്ട് സെക്ടറിൽ ഇന്ത്യൻ സൈന്യം നിരവധി കുഴിബോംബുകൾ പൊട്ടിച്ചുവെന്നും ഇത് നിയന്ത്രണ രേഖാ പ്രദേശങ്ങളിൽ കാട്ടുതീയ്ക്ക് കാരണമായെന്ന രീതിയിൽ പാകിസ്ഥാനെ ഓൺലൈൻ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ സായുധസേന വിഭാഗത്തിലുള്ള വിശ്വാസം തകർക്കാനായി പാകിസ്ഥാൻ നടത്തുന്ന ശ്രമമാണിതെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കുന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ 4 ദിവസത്തെ ബ്രസീൽ സന്ദർശനം ആരംഭിച്ചു. സന്ദർശന വേളയിൽ അദ്ദേഹം ബ്രസീൽ പ്രതിരോധ മന്ത്രിയുമായും ബ്രസീലിയൻ സായുധസേന നാവികസേന മേധാവിമാരുമായും ചർച്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 7 ജില്ലകളിൽ 70.84% പോളിംഗ്. 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. SIR സമയപരിധി നീട്ടാൻ കേരളം സമർപ്പിച്ച ഹർജിയിൽ ഉത്തരവിന് വിസമ്മതിച്ച് സുപ്രീം കോടതി. വന്ദേ മാതരം ത്യാഗത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിക്ക് വേഗത്തിൽ പരിഹാരം കൈവരുന്നതായി കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഇന്ത്യക്കെതിരായ T20 മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.